മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ 40 ഏക്കറോളം വരുന്ന പെരുന്തുരുത്തുകരി പാടശേഖരത്തിൽ കൃഷി ഇറക്കാത്തതിൽ കർഷക പ്രതിഷേധം. മുഹമ്മ പഞ്ചായത്തിൽ 40 ഏക്കറോളം വരുന്ന പെരുന്തുരുത്തുകരി പാടശേഖരത്തിൽ കൃഷി നടന്നിട്ട് വർഷങ്ങൾ ഏറെയായെന്നാണ് കർഷകരുടെ ആക്ഷേപം. പാടശേഖരത്തിന് പുറംബണ്ടും പാടശേഖരത്തിന് സൈഡിലൂടെയുള്ള റോഡുകളുടെ നിർമ്മാണവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകൾ മുടക്കിക്കൊണ്ട് വർക്കുകൾ നടക്കുന്നുണ്ടെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. പാടശേഖരത്തെ കൃഷി ചെയ്യുന്നതിന് പഞ്ചായത്തോ കൃഷി വകുപ്പോ തയ്യാറാകുന്നില്ലെന്നും കർഷകർ പറഞ്ഞു. 2020-21 കാലഘട്ടങ്ങളിൽ ആണ്ടിൽ 2 കൃഷിയും രണ്ടാം കൃഷി പുഞ്ചകൃഷിയും മുടക്കം കൂടാതെ കൃഷി ചെയ്തു വരുന്നതായും കർഷകർ പറയുന്നുണ്ട്. സർക്കാർ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പാടശേഖരത്തിന് സമീപപ്രദേശത്ത് നിരവധിയായി നടക്കുന്നുണ്ടെങ്കിലും പാടത്തെ കൃഷി ഇറക്കുകയോ നടപ്പാക്കുകയോ ചെയ്യുന്നില്ല. കൃഷി നടന്നുവെന്ന് മാധ്യമങ്ങളിൽ അറിയിപ്പ് കൊടുക്കുന്നുവെന്നും നാട്ടുകാർ ആക്ഷേപിക്കുന്നുണ്ട്. ഇതിലൂടെ കർഷകരെയും നാട്ടുകാരെയും കബളിപ്പിക്കുകയാണ് പഞ്ചായത്തും കൃഷിവകുപ്പും ചെയ്യുന്നതെന്നും കർഷക പ്രതിനിധികൾ പറഞ്ഞു. മുഹമ്മ പഞ്ചായത്തിലെ കൃഷിഭവൻ്റെ പരിധിയിൽ വരുന്ന ഏറ്റവും വലിയ പാടശേഖരമാണ് 40 ഏക്കർ വരുന്ന ഈ മുഹമ്മ പെരുന്തുരുത്തുകരി പാടശേഖരം. ഈ പാടശേഖരത്തിൽ ഇപ്പോൾ കൃഷിയില്ലാതെ ധരിച്ചു കിടക്കുന്ന വർഷങ്ങളായി. ഈ കഴിഞ്ഞ രണ്ടാം കൃഷിയും പുഞ്ചകൃഷി ഇറക്കിയില്ല. അതുപോലെ തന്നെ 2021 മുതൽ 8 കൃഷി നടക്കേണ്ട പാട്ടിൽ ഒരു കൃഷിയുടെ വിളവെടുപ്പ് മാത്രമാണ് ഈ പാടശേഖരത്തിൽ നടത്തിയിട്ടുള്ളത്. പിന്നെ 1 ലക്ഷം കിൻഡൽ നെല്ലും 10,000 തൊഴിലും 14 ലക്ഷം രൂപ പാട്ടത്തുക ഇനത്തിൽ ഈ 7 കൃഷി മുടക്കിയ അവസരത്തിൽ ഇതുകൊണ്ട് ഇവിടുത്തെ നിലവിടങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷാ ശേഖരത്തിൽ ഏകദേശം 7 ലക്ഷം കിലോ നെല്ല് നമ്മുടെ ശേഖരത്തിൽ, അതുപോലെ വൈക്കോലും നമ്മുടെ ഭക്ഷ്യശേഖരത്തിൽ വരേണ്ട അതും ഈ പാടശേഖര പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും പാടശേഖര സമിതിയും കെടുകാർച്ചത് മൂലം ഈ രാജ്യത്ത് നഷ്ടമാക്കിയിരിക്കുകയാണ്. കുട്ടനാട് പാക്കേജ് പ്രകാരം 2012, 13, 14 വർഷങ്ങളിലായിട്ട് 2 ലക്ഷം രൂപയോളം വികസന പ്രവർത്തനം നടത്തിയ ഈ പാടശേഖരത്താണ് ഈ കൃഷിയുടെ തരിച്ചു കെട്ടിക്കുന്നത്. ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കുന്നതിന് പകരം കൃഷി മുടക്കി തുടർച്ചയായിട്ട് കൃഷി മുടക്കുന്ന നിലവിടമാനല്ലാത്ത പാടശേഖര സമിതിക്ക് ഒരു കൂട്ടുനിൽക്കുന്ന പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത്. ഈ വികസനം സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനം അല്ലാതെ ഈ പാടശേഖരത്ത് കൃഷി നടക്കുന്ന പ്രവൃത്തിയില്ല. തൊട്ട് മണ്ണഞ്ചേരിയിലെ പാടശേഖരത്തും കഴിഞ്ഞ 2018 മുതൽ കഴിഞ്ഞ വർഷം വരെ 10 കൃഷി മുടക്കിയെങ്കിലും ഇപ്പോൾ പുതിയ ഭരണസമിതി വന്ന് ഇപ്പോൾ അവിടെ കൃഷി നടക്കുകയാണ്. ഏകദേശം കൃഷി ഇറക്കിയിട്ട് 3 മാസത്തോളം കാലമായി. ആ പാടശേഖരത്തിൽ ഏകദേശം 1 മാസം കഴിയുമ്പോൾ കൊയ്ത്ത് നടക്കും. ഒരു 10 മീറ്ററിൻ്റെ വ്യത്യാസമുള്ള ഈ പാടശേഖരവും മണ്ണഞ്ചേരിയിലെ പെരുന്തുരുത്തുകരി പാടശേഖരവും മുഹമ്മയിലെ പാടശേഖരവുമായിട്ട് ഈ കെടുകാർച്ച പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും ഈ പാടശേഖര സമിതിയുടെയും കെടുകാർച്ച കൊണ്ടാണ് ഈ കർഷകർക്കും ഈ വിധത്തിൽ 1 ഏക്കർ നിലത്തിന് പാട്ടത്തുക ഇനത്തിൽ തന്നെയാണെങ്കിലും 5,000 രൂപയുണ്ട് ഒരു കൃഷിക്ക്. 2 കൃഷി ഇറക്കണമെങ്കിൽ 10,000 രൂപ നിലവിടമായി കിട്ടും. 8 കൃഷി നടക്കേണ്ട പാട്ട് 40,000 രൂപ പാട്ടത്തുക കിട്ടുന്നതാണ്. ആ കിട്ടേണ്ട പാട്ട് ഒരു കൃഷി മാത്രം ഇറക്കി അതുകൊണ്ട് 5,000 രൂപയാണ് നിലവിടമക്ക് പാട്ടം കിട്ടിയത്. 35,000 രൂപ ഒരു ഏക്കർ നിലത്തിന് നിലവിടമക്ക് നഷ്ടം വന്നിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ഉത്തരവാദി പാടശേഖര സമിതിയും മുഹമ്മ പഞ്ചായത്തും കൃഷി വകുപ്പാണ്.